സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ, യുവജനങ്ങളുടെയും സ്ത്രീജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ ഭദ്രാസനത്തിലുള്ള സഭകളുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും നോട്ട്ബുക്കുകളും മറ്റ് പഠന ഉപകരണങ്ങളും നമ്മൾ വിതരണം ചെയ്യാറുണ്ട്. ഈ വർഷവും സർവശക്തനായ ദൈവത്തിന്റെ കൃപയാണ്. അത് നിർവഹിക്കുവാനായിട്ട് നമ്മെ ദൈവം സഹായിച്ചിരിക്കുന്നു. വിദ്യാർത്ഥിനികളോടുള്ള ഒരു ഉപദേശം, നമ്മൾ ലക്ഷ്യബോധം ഉള്ളവരായിരിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ കാലഘട്ടം. നമ്മളുടെ ഓർമ്മയിൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരനുഭവമാണ് വിദ്യാലയ ജീവിതം എന്ന് പറയുന്നത്. നാം അവരെ വിദ്യാലയത്തിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുന്നത് അവർ അറിവ് സമ്പാദിക്കുക, ജ്ഞാനം നേടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് മാതാപിതാക്കന്മാർക്ക് വലിയ ലക്ഷ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പള്ളിയിൽ ഞാനിങ്ങനെ ഓർപ്പിച്ചു, എന്റെ വിദ്യാഭ്യാസ കാലഘട്ടം വളരെ കഷ്ടത നിറഞ്ഞതായി. ഇന്ന് കുട്ടികൾക്കൊക്കെ വളരെ ഏറെ സമൃദ്ധിയുണ്ട്, അവർക്കെല്ലാം ആഘോഷമാണ്. ഞാനൊക്കെ വളർന്നു വന്ന കാലഘട്ടം, ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ മറ്റ് ഗവൺമെന്റ് കോളേജുകളൊന്നുമില്ല. ആകെ കോളേജുള്ള കട്ടപ്പനയിലാണ്, ഇടുക്കി ജില്ലയിൽ. പിന്നെ നെടുങ്കണ്ടത്ത് ഒരു കോളേജുണ്ട്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ നടന്ന് വേണം സ്കൂളിലേക്ക് പോകാൻ. തിരിച്ച് 4 കിലോമീറ്റർ നടക്കണം. മഴയായിരുന്നാലും വെയിലായിരുന്നാലും. പക്ഷെ അതൊക്കെ ഞങ്ങൾ വളരെ ആഘോഷമാക്കി. എന്റെ 10ാം ക്ലാസ് കഴിഞ്ഞുള്ള പ്രീ ഡിഗ്രിയാണ്. ഒരു സ്വകാര്യ കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി പഠനം ആരംഭിച്ചത്. ഇങ്ങനെ നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങളെ കഷ്ടപ്പെട്ട് സ്കൂളിൽ പറഞ്ഞയക്കുമ്പോൾ, നിങ്ങളുടെ സ്കൂൾ ജീവിതം, നിങ്ങൾ ഓരോ കുട്ടികളും സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങളെ സ്കൂളിലേക്ക് യാത്ര അയക്കുന്ന അമ്മമാരെയും, നിങ്ങൾ ഉണരുന്നതിന് മുമ്പ് നിങ്ങളെ പഠിപ്പിക്കുന്നതിന്, നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ജോലിക്ക് പോകുന്ന പിതാക്കന്മാരെയും അവരുടെ ഒരു ചിത്രം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കും. കാരണം അവർക്ക് വളരെ പ്രതീക്ഷയാണ് നിങ്ങളുടെ പ്രതീക്ഷ നമ്മുടെ സഭയുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ആ ഒരു നല്ല ഈ ലോകത്തിലെ ജീവിതം, വിദ്യാഭ്യാസ ജീവിതം, അത് അനുഗ്രഹ സമ്പുഷ്ടമാക്കി തീർക്കുവാൻ നിങ്ങൾ പ്രയത്നിക്കണം. അതിനുള്ള ഒരു പ്രോത്സാഹനമാണ് സഭാ ബേസിൽ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കാലങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനെ ലഭ്യമാക്കി മാരാമൺ ഭദ്രാസനത്തിന്റെ അഭിവൃദ്ധി തിരികരിക്കും. ഇതിന് ഇന്നത്തെ ഈ ഫംഗ്ഷന് നേതൃത്വം നൽകുന്ന സ്ത്രീജന സഖ്യത്തിന്റെയും യൂത്ത് ഫെലോഷിപ്പിന്റെയും ഔദ്യോഗിക സ്ഥാനികൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളുടെ മുൻപാകെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആശംസ അറിയിക്കുന്നതിനായിട്ട് ജോൺ മാത്യു അച്ഛനെ ക്ഷണിച്ചു. കർത്താവിന്റെ വലിയ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് തോമസ് തുടങ്ങിച്ച ഉദ്ഘാടകൻ പെരുമാളച്ചൻ, ഈ വിലായത്തിലേക്ക് വലിയത് ഇവിടെ സന്നിധിയിലായിരിക്കുന്ന മാതാപിതാക്കന്മാർ, കുട്ടികൾ, എല്ലാവർക്കും
യേശുക്രിസ്തുവുള്ളതായും സ്ഥിരമായിരിക്കുന്ന സംഭവം മാത്രം അറിയിക്കട്ടെ. വളരെ അനുഗ്രഹം നിർവഹിക്കുന്ന പരിശുദ്ധമാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഇന്ന് സ്കൂള് തുറക്കുന്ന ദിവസങ്ങളാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ ഭദ്രാസനത്തിന് കീഴിലുള്ള സഭകൾ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനമായിട്ട് ബുക്കുകൾ അതുപോലൊക്കെ വിതരണം ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ഒക്കാമതായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ പ്രവർത്തിച്ച വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം എന്താണ് നമ്മൾ ഓർമ്മിച്ചു. എന്നാൽ ആ സന്ദർഭത്തിൽ പിന്നീട് അദ്ദേഹം ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. വേറാരുമല്ല, നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിരിക്കുന്ന KR നാരായണൻ. നമ്മുടെ കോട്ടയം ജില്ലക്കാരനാണ്. അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലം പഠിക്കുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ മുൻപോട്ട് മടങ്ങി വന്ന് പല കൂട്ടുകാരെ മുൻപിലേക്ക് കൈനീട്ടി മുൻപോട്ട് മടങ്ങിപ്പോയെങ്കിൽ, എന്നാൽ വിദ്യാഭ്യാസത്തിലൂടെ അനുഗ്രഹമായിരിക്കുന്ന വിദ്യാഭ്യാസം ചെയ്ത് മുൻപോട്ട് കടന്നു പോകണം ഒരു കൃപ ദൈവം അദ്ദേഹത്തിന് കൊടുത്തുവെങ്കിൽ, അല്ലെങ്കിൽ അത് വഴിയൊരുക്കി കൊടുത്തുവെങ്കിൽ തീർച്ചയായും ഉന്നത നിലയിലേക്ക് എത്തുവാൻ കഴിഞ്ഞു എന്നൊരു പശ്ചാത്തലം ഞാൻ ഓർപ്പിച്ചത് മാത്രമല്ല, കാലം വിദ്യാർത്ഥികളായിരിക്കും എല്ലാവർക്കും അതിലുപരിയായിട്ട് ഈ മാരാമ പത്രാസത്തിന്റെ യുവജന പ്രസ്ഥാനത്തോടും മാതൃസംഘത്തോടും ഉള്ളതായ കടപ്പാട് അറിയിക്കുകയും അതുപോലെ തന്നെ ഇവിടെ ഈ സന്ദർഭത്തിൽ എന്റെ അനുമോദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാർത്തകൾ വിരാമം വഹിക്കുന്നു. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആശംസ അറിയിക്കുന്നതിനായിട്ട് ശ്രീ സംഘടനയുടെ പ്രസിഡന്റ് വിദ്യാഭ്യാസ കാലം ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല കാലഘട്ടമാണ് വിദ്യാഭ്യാസ കാലഘട്ടം. കാരണം നമുക്ക് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റു ചിന്തകളോ ജീവിതത്തെ കുറിച്ചുള്ള വിഷയങ്ങൾ, കാരണം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിദ്യാഭ്യാസം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്കിപ്പോ മുതിർന്ന ഒരു വ്യക്തികളുടെ നമ്മുടെ പേരൻസ് നമ്മളെ എങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ വർക്കുകളെല്ലാം ചെയ്യാം. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നുമില്ല. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അവർ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ വിദ്യാഭ്യാസം ചെയ്യുന്ന മക്കളെ എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത്, നമ്മുടെ വിദ്യാഭ്യാസ കാലത്ത് നമ്മൾ നല്ല ബുദ്ധിയും അറിവും ജ്ഞാനവും ഉള്ള പൈതങ്ങളായി തീരണം. അതോടൊപ്പം തന്നെ നമ്മുടെ പാഠപുസ്തകത്തിന് മാത്രമല്ല മറ്റ് കാര്യങ്ങളും നല്ല സ്വഭാവത്തിന് ഉടമകളായിരിക്കണമെന്നാണ്. കാരണം ഈ ലോകത്തെ കുറിച്ച് നമുക്കറിയാം. കാരണം അപകടങ്ങളൊക്കെയും നടക്കുന്ന ലോകമാണിത്. പിന്നെ മറ്റ് ലൗകികപരമായ ജീവിതത്തിൽ കൂടി പോകുന്നതും യുവാക്കളുടെ ഒരു സ്വഭാവവിശേഷം തന്നെയാണ്. അതിൽ നിന്നൊക്കെയും നമുക്ക് കൂടുതലും പറയാനുള്ളത് ദൈവമുള്ള പൈതങ്ങളായി തീരണം. കാരണം വിദ്യാഭ്യാസം ചെയ്ത പൈതങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവത്തെ ഫലം ഏൽപ്പിച്ചിട്ട് വേണം നമ്മുടെ ഓരോ ജീവിതവും മുന്നോട്ട് തുടങ്ങുക. കാരണം നമ്മൾ രാവിലെ ഒരുങ്ങി സ്കൂളിൽ പോകുന്ന സമയത്ത് പലവിധമായ ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങളും പ്രയാസങ്ങളൊക്കെയും ഉണ്ടാകും. അതിൽ നിന്നൊക്കെയും ദൈവം ഓരോ ഇടം നമ്മളെ വിടുവിക്കുവാനും രക്ഷപ്പെടുത്തുവാനും വേണ്ടി അപ്പൊ നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മൾ രാവിലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്തെ ഫലം ഏൽപ്പിക്കുക. അപ്പോൾ എന്ത് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വന്നാലും അതിൽ നിന്നൊക്കെ ദൈവം നമ്മളെ രക്ഷിക്കും. പിന്നെ നമുക്ക് ബുദ്ധിയും അറിവ് ജ്ഞാനമുള്ള പൈതങ്ങളായി തീരുമാനം നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ജീവിതത്തിന്റെ എല്ലാ നല്ല ഘട്ടങ്ങളിലും നല്ല പൈതങ്ങളായി ഓരോ പടിയും ഉയർന്നു വരുവാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ദൈവമുള്ള പൈതങ്ങളായി തീരണം. ഇത്രയും സമയിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കും. നമ്മുടെ ഭദ്രാസനത്തിന്റെ വൈദിക സെക്രട്ടറി ജോയ്സി യോണച്ചന് യോഗത്തിന്റെ അധ്യക്ഷൻ മാരാമ ഭദ്രാസനത്തിന്റെ കോർപ്പറേഷൻ യോഗത്തിന് ഔദ്യോഗികമായിട്ട് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച ഭദ്രാസനത്തിന്റെ മുൻ കമ്മീഷണർ അച്ഛൻ ഡോക്ടർ പോൾസൺ മാത്യു അച്ഛൻ, അതിഭദ്രാസന വൈദിക സെക്രട്ടറി ജോൺ മാത്യു അച്ഛൻ, മാതൃസംഘത്തിന്റെ പ്രസിഡന്റ് ജാവതി മനോജ്, ആംഗ്ലിക്കൻ തിയോളജിക്കൽ സെമിനാരി സഭയുടെ
സഭാ പ്രവർത്തകർ ചെയ്യുന്ന കമ്മിച്ചായ ഇവിടെ ക്ലാസ് എടുക്കുവാനായിട്ട് കടന്നുകൊണ്ടിരിക്കുന്ന മുൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകയും ട്രെയിനറുമായിട്ടുള്ള പ്രസിദ്ധ ശ്യാമുവൻ മാഡം, ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്ന മദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ, അതോടൊപ്പം തന്നെ മാതൃസംഘത്തിന്റെ പ്രവർത്തകർ, അമേരിക്കയിലായിരിക്കുന്ന മാരാമൺ ഭദ്രാസനത്തിന്റെ ബിഷപ്പ് റൈറ്റ് ഡോക്ടർ മോസസ് പുള്ളോലിക്കൽ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം ആണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ നാളുകളിൽ ഭദ്രാസനത്തിന് ഉജ്ജ്വലമായിട്ട് നേതൃത്വത്തോടുകൂടി നടത്തുവാൻ തിരുമേനിയുടെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിൽ പോലും അമേരിക്കയിൽ നിന്ന് വളരെ ഫലപ്രദമായിട്ട് ഭരണ നിർവഹണം നടക്കുന്നു. തിരുമേനി ഭദ്രാസന സെക്രട്ടറി എന്ന നിലയിൽ എന്നോട് എനിക്ക് നിർദ്ദേശം നൽകിയത്, അച്ഛാ, ഇന്ന് വരുന്ന കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യണം എന്നുള്ള സാമ്പത്തിക തിരുമേനി തന്നെ നിർവഹിച്ചിരിക്കുകയാണ്. SSLCയുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, പ്ലസ് ടുവിന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തിരുമേനി വന്നതിന് ശേഷം ആ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വർക്ക്ഷോപ്പ് മാരാമൺ ഭദ്രാസനത്തിലെ സ്ത്രീജന സഖ്യ ഭാരവാഹികൾ ഇത് വളരെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാനായിട്ട് പോയി. ഒരു വലിയ ഒരു കൂട്ടം ആളുകളെ നേതൃത്വ നിലയിലേക്ക് ഭദ്രാസനത്തിന്റെ സ്ത്രീജന നേതൃത്വ നിലയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പോവുകയാണ്. ആംഗ്ലിക്കൻ സഭയിൽ മാത്രമല്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്ന പ്രാദേശിക വാർഡുകളിൽ അവിടെ സ്ത്രീകൾക്ക് എന്തൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുമോ അതിനെക്കുറിച്ചുള്ള അവിടുത്തെ ആരോഗ്യ മേഖല, അവിടുത്തെ വിദ്യാഭ്യാസ മേഖല, അവിടുത്തെ സാമൂഹിക സാംസ്കാരിക മേഖല, അവിടുത്തെ പൊതു മേഖലകളിലെല്ലാം നിങ്ങൾക്ക് വളരെ വിജയത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ഒരു പരിശീലനം മാരാമൺ ഭദ്രാസനത്തിലെ വൈദിക നേതൃത്വങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ന് കടന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനറും നമുക്ക് നൽകുവാനായിട്ട് പോവുകയാണ്. ചിന്തകൾ വളരെ വലുതായി, നല്ല രീതിയിൽ പഠനം സ്വഭാവം ഉണ്ടാവും, നല്ല രീതിയിലുള്ള പ്രവർത്തനം, ഏത് വിദ്യാഭ്യാസ അടുത്ത ഏത് തൊഴിലിലേക്ക് കടക്കണമെന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ബോധ്യമുണ്ടാകുന്ന പിന്നീടാണ് ഇന്ത്യയിൽ. ആയതുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസ മേഖല തെരഞ്ഞെടുക്കുവാൻ സാധ്യമായി തീരട്ടെ. അതോടൊപ്പം തന്നെ ഭദ്രാസനത്തിന്റെ യുവജന പ്രസ്ഥാനത്തിൽ നിങ്ങൾ ഒരു വലിയ വാഗ്ദാനങ്ങളാണ്, ഭാവി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ പ്രതിനിധികളായിട്ടാണ് കടന്നു വന്നതെങ്കിലും ഭദ്രാസനത്തിന്റെ യുവജന നേതൃത്വത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഞാൻ പ്രസിഡന്റാണ്, ഞാൻ സെക്രട്ടറിയാണ്, ഞാൻ കമ്മിറ്റി മെമ്പർ ആകാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നേതൃത്വത്തിലേക്ക് ഇന്ന് ഒരാള് ഇപ്പോഴത്തെ കടന്നു പോകുമ്പോൾ ഇനിയൊരു കമ്മിറ്റി ഉണ്ടെങ്കിൽ, ഇനിയൊരു പ്രതിനിധി സമ്മേളനങ്ങൾ ഉണ്ടെങ്കിൽ അച്ഛാ എന്നെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ യോഗം വലിയ ചിന്തകൾ ഇവിടെ രൂപപ്പെട്ട് വരട്ടെ എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ മാരാമൺ ഭദ്രാസന മാതൃസംഘ യുവജന സംയുക്ത സെമിനാറിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നടത്തുന്നു. ദൈവം നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാണ്. അടുത്ത നമ്മുടെ ട്രെയിനിങ് സെക്ഷൻ ആരംഭിക്കുകയാണ്. ഇത് കൈകാര്യം ചെയ്യുന്നത് ബ്രിജിത്ത് പി ശ്യാമുവൽ മാഡമാണ്. മാഡം മർത്തോമ സഭയുടെ കൗൺസിൽ മെമ്പറാണ്. അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് ടീച്ചറും കൂടെയാണ്. ടീച്ചറുടെ സേവനം ഇത് നമുക്ക് വലിയ ഒരു അനുഗ്രഹമായി തീരട്ടെ ഈ സമയം ഓർമ്മപ്പെടുന്നു.
സ്ത്രീജനങ്ങളെയും യുവജനങ്ങളെയും മോട്ടിവേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മോട്ടിവേറ്റഡ് ആകണമെന്നുണ്ടെങ്കിൽ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ അറിഞ്ഞാൽ മതി. രണ്ട് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തിനു വന്നു, നമ്മൾ എങ്ങനെ വന്നു, എന്തിനു വന്നു. ഈ രണ്ട് കാര്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതായത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ വന്നു എന്നുള്ളതാണ്. എങ്ങനെ സ്ത്രീകളുടെ ഉദ്ദേശമാണ് ഞാൻ പറയുന്നത്, സ്ത്രീകളും യുവജനങ്ങളും മോട്ടിവേറ്റഡ് ആകാൻ വേണ്ടിയാണ്. എന്താണെന്ന് വെച്ചാൽ, ആദ്യം ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചു, സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചു, മൃഗങ്ങളെ സൃഷ്ടിച്ചു, പക്ഷികളെ സൃഷ്ടിച്ചു, എല്ലാ സൃഷ്ടികളും നടത്തി. അന്നേരം ഒന്നും ഒരു സ്ത്രീയെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് ദൈവം ചിന്തിച്ചിട്ട് പോലും എന്നുള്ള സത്യം. ആദ്യം എല്ലാ സൃഷ്ടികർമ്മങ്ങളും നടത്തി കഴിഞ്ഞിട്ട് അവസാനം ആദം എന്ന് പറയുന്ന ഒരു പുരുഷനെ സൃഷ്ടിച്ചു. ആദത്തിനെ ഏദൻ തോട്ടത്തിന്റെ നടുക്ക് കൊണ്ടുവന്നാക്കി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ കാണുന്ന എല്ലാ ഫലവൃക്ഷങ്ങളും നിനക്ക് തിന്നാം, ഈ മൃഗങ്ങളും പക്ഷികളും എല്ലാം നിനക്ക് കൂട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതെല്ലാം കണ്ടിട്ടും ആദത്തിന്റെ മുഖത്ത് ഒരു സന്തോഷം കണ്ടില്ല. അവൻ മ്ലാനമായിരിക്കുന്നത് കണ്ടു. അപ്പോഴാണ് ദൈവം സൃഷ്ടിക്കുന്നത്, ഇവൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഇവനൊരു തക്കതായ തുണയെ കാണണം എന്ന് പറഞ്ഞാണ്ടാണ് സ്ത്രീയെ സൃഷ്ടിക്കുന്നത്. എങ്ങനെ സൃഷ്ടിച്ചു? അവനൊരു ഗാഠനിദ്ര വരുത്തി. ഗാഠനിദ്ര എന്ന് പറയുമ്പോൾ 1-2 മണിക്കൂർ നേരത്തെ ഗാഠനിദ്രയാണ്. അതിന്റെ പേര് അനസ്തേഷ്യ എന്നാ ഇന്നും ഉണ്ടത്. ഗാഠനിദ്ര വരുത്തി, ഒരു 2 മണിക്കൂർ നേരത്തെ അനസ്തേഷ്യ കൊടുത്തു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു ഒരു വാരിയല്ലെടുത്തു. ആ വാരിയലിനെ ഒരു സ്ത്രീയാക്കി മാറ്റി. ഇനി ഒരു എല്ലെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്കൂളിലൊക്കെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, എല്ലാം നമ്മുടെ ശരീരമാണെങ്കിലും സസ്യങ്ങളുടെ ശരീരവും എല്ലാ ജീവനുള്ള ശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ്. പഠിച്ചിട്ടുണ്ടല്ലോ. കോശങ്ങൾ എന്ന് പറയുന്ന ചെറിയ ചെറിയ യൂണിറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് നമ്മുടെ ശരീരം. കോശത്തിന് ഒരു ജോലി ചെയ്ത് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് കോശങ്ങൾ സമൂഹമായി ചേരും. കോശങ്ങളുടെ കൂട്ടം, അതിനെ ടിഷ്യൂ എന്ന് പറയും. ടിഷ്യൂ അല്ലെങ്കിൽ മലയാളത്തിലെ കലകൾ എന്ന് പറയും. അപ്പൊ ഈ എല്ലെന്ന് പറയുന്നതും കോശങ്ങളുടെ കൂട്ടം തന്നെയാണ്, ഒരു കലയാണ്. ആ ഒരു കലയെ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിനെ എടുത്തിട്ട് ഒരു പൂർണ്ണ ജീവിയാക്കി മാറ്റുക ചെയ്യുന്നത്. അതിന് പറയുന്ന പേര് ടിഷ്യൂ കൾച്ചർ എന്നാണ്. നിങ്ങൾ ടിഷ്യൂ കൾച്ചർ വാഴയൊക്കെ കണ്ടു കാണും അല്ലേ? കൊച്ചു വാഴത്തൈകൾ, ഓർക്കിഡിന്റെ ഒക്കെ തൈകളെ കൊച്ചു കപ്പിനകത്ത് ചെറിയ ചെടികളെ ഉണ്ടാക്കും. അത് സസ്യത്തിന്റെ ഏത് ഭാഗം വേണേ, ഇലയാണേലും പൂവാണേലും തണ്ടാണേലും എല്ലാം അഗർ എന്ന് പറയുന്ന ഒരു മീഡിയത്തിനകത്തിട്ട് വളർത്തുക ചെയ്യുന്നത്. ലാബിലാണ് ചെയ്യുന്നത്. ലാബിൽ ചെയ്തിട്ട് ചെറിയ ചെറിയ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുക. ആ സസ്യങ്ങളെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ വളർത്തിക്കൊണ്ടുവന്ന് കൊച്ചു പാത്രത്തിലേക്ക് മാറ്റുന്നതിനെ ടിഷ്യൂ കൾച്ചർ എന്ന് പറയും. അപ്പൊ ഒരു കോശത്തിൽ നിന്നും പുതിയൊരു സസ്യത്തെ ഉണ്ടാക്കാൻ പറ്റും. ആ മാർഗത്തെയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന്റെ ശരീരത്തിലെ എല്ലെന്ന് പറയുന്ന ഒരു കലയെ എടുത്തിട്ട് പുതിയൊരു സൃഷ്ടി ഉണ്ടാക്കി. ദൈവം അന്നേ ചെയ്ത ഒരു കാര്യമാണ് ടിഷ്യൂ കൾച്ചർ എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ സയന്റിഫിക് മാർഗങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചു? അനസ്തേഷ്യ ചെയ്തു, ഓപ്പറേഷൻ നടത്തി, ടിഷ്യൂ കൾച്ചർ ചെയ്തു. അപ്പോൾ പുരുഷന്റെ സൃഷ്ടി പോലെ അല്ല സ്ത്രീയുടെ സൃഷ്ടി എന്നുള്ളത് വ്യക്തമായല്ലോ അല്ലേ? സയന്റിഫിക് മാർഗങ്ങൾ വഴി ഉണ്ടാക്കിയ ഒരു രൂപമാണ് സ്ത്രീ ജന്മം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്പെഷ്യൽ ക്രിയേഷൻ എന്ന് നമുക്ക് സ്ത്രീജന്മത്തെ പറയാം. ഇനി ഈ വാരിയല് ഊരിയെടുക്കാൻ എന്താണ് കാര്യം എന്നുള്ളത്, വാരിയലിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. വാരിയലിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, അതിന് 2 ഗുണങ്ങളാണ് ഉള്ളത്. ഒന്ന് ഇലാസ്റ്റിസിറ്റി എന്നും പ്ലാസ്റ്റിസിറ്റി എന്നും പറയും. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വലിച്ചാൽ വലിയുന്നതാ. റബ്ബർ ബാൻഡ് ഒക്കെ വലിച്ചാൽ വലിയും അല്ലേ? അങ്ങനെ വലിയാനുള്ള കഴിവുണ്ട്. അത് കഴിഞ്ഞിട്ട് വിടുന്ന ഉടനെ അതിന് ബാക്ക് ടു നോർമൽ ആകാനും പറ്റും. റബ്ബർ ബാൻഡ് വിട്ടു കഴിഞ്ഞാൽ അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് വരാനും പറ്റും. അതിനെ പ്ലാസ്റ്റിസിറ്റി എന്നാ പറയുന്നത്. ഈ 2 ഗുണങ്ങളുള്ള ഒരേ ഒരു എല്ല് വാരിയല്ല. അതിന് വളയാൻ പറ്റും. നിങ്ങൾ അകത്തോട്ടൊന്ന് ശ്വാസം വലിച്ചെടുത്ത് നോക്കി, എല്ലാവരും ഒന്ന് ചെയ്തേ. അകത്തോട്ടൊന്ന് ശ്വാസം വലിച്ചെടുത്ത് നോക്കി. അകത്തോട്ട് ശ്വാസം എടുക്കുന്ന വാരിയല് കണ്ടോ? മേളോട്ട് പൊങ്ങി വരുന്ന കണ്ടോ? അകത്ത് സ്പേസ് കൂടാൻ വേണ്ടിയാ. പുറത്തോട്ട് അത് തള്ളി വരികയും ചെയ്യും. നമ്മൾ വിട്ട് കഴിയുമ്പോഴത്തേക്ക് അത് ബാക്ക് ടു നോർമൽ ആവുകയും ചെയ്യും. അപ്പൊ ഇലാസ്റ്റിസിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും ഉള്ള 2 ഗുണങ്ങളുള്ള എല്ലാണ് വാരിയൽ. ആ വാരിയല് കൊണ്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, എവിടെ വേണമെങ്കിലും വളയാനും താഴാനും പൊങ്ങാനും എല്ലാം സ്ത്രീക്ക് പറ്റണം. സ്ത്രീയുടെ ജന്മം എന്ന് പറയുന്നത് ഒരു പാത്രത്തിലെടുക്കുന്ന വെള്ളം പോലാണെന്നാണ് പറയുന്നത്. വെള്ളത്തിന് പ്രത്യേകിച്ച് ഷേപ്പില്ല. പക്ഷെ ഏത് പാത്രത്തിലെടുത്താലും ആ പാത്രത്തിന്റെ ഷേപ്പ് വരും. ഒരു കപ്പിലെടുത്താൽ കപ്പിന്റെ ഷേപ്പ് വരും അല്ലേ? ശരിയല്ലേ? ഗ്ലാസ്സിലെടുത്താൽ ഗ്ലാസിന്റെ ഷേപ്പ് വരും. ബക്കറ്റിലെടുത്താൽ ബക്കറ്റിന്റെ ഷേപ്പ് വരും. അപ്പൊ ഏതൊരു വീട്ടിൽ, നമ്മളിപ്പം പെണ്ണുങ്ങളെ എല്ലാം ഓരോ വീട്ടിൽ കെട്ടിച്ചോണ്ട് വിടുക ചെയ്ത്, ഏതൊരു വീട്ടിൽ ചെന്നാലും, കൊച്ചു വീടാണേലും വലിയ വീടാണേലും, ഏത് വീടാണേലും ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലോട്ട്
ഇഴുകിച്ചേർന്ന് ആ വീട്ടിലെ ഒരു അംഗമായി മാറാൻ സ്ത്രീക്ക് പെട്ടെന്ന് പറ്റും. പുരുഷനത് പറ്റത്തില്ല. പുരുഷൻ പറയാ എനിക്കിവിടെ പറ്റത്തില്ല, എനിക്കിവിടെ ഒരു രാത്രി പോലും കിടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ഓടും. പക്ഷെ അങ്ങനല്ല, സ്ത്രീകൾ ഏത് സാഹചര്യത്തിലും ഇണങ്ങിച്ചേരാൻ കഴിവുണ്ട്. കാര്യം റിബ്സിന്റെ ക്വാളിറ്റിയാണത്. അതായത് നമ്മുടെ വാരിയലിന്റെ ഒരു ക്വാളിറ്റിയാണ്. താഴിനടുത്ത് താഴാനും പൊങ്ങനടുത്ത് പൊങ്ങാനും എല്ലാമുള്ള കഴിവുള്ള റിബ്സ് കൊണ്ടാണ്, അല്ലെങ്കിൽ വാരിയല്ലുകൾ കൊണ്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ. പിന്നെ വാരിയലിന്റെ പൊസിഷൻ ഒരുപാട് ഗുണമുണ്ട്. അതായത് വേണമെങ്കിൽ ദൈവത്തിന് സൃഷ്ടിച്ചപ്പോ ആദാമിനെ ഉറക്കി കിടത്തിയിട്ട് ആദാമിന്റെ കാലിൽ നിന്നൊരു എല്ല് വലിച്ചൂരാമായിരുന്നു, ഈസി ആയിരുന്നു. പക്ഷെ ദൈവം അത് ചെയ്തിട്ടില്ല. കാലിൽ നിന്ന് വലിച്ചൂരിയാൽ പുരുഷന്റെ കാലിൽ കീഴെ പോയി കിടക്കേണ്ടി വരും. അത് ചെയ്തിട്ടില്ല. തലയിൽ 22 ബോൺസ് ഉണ്ട്. നമ്മുടെ തലയോട്ടി എന്ന് പറയുന്നത് ഈ കൊച്ചു പിള്ളേർ കളിക്കുന്ന ഈ പിന്നെ പ്ലാവല കൊണ്ട് ഇങ്ങനെ ഒരു കിരീടമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് അറിയാമല്ലോ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ തലയോട്ടി എന്ന് പറയുന്ന 22 ബോൺസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഓട്ടിയാണ്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഓരോ എല്ലും നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് തോന്നിക്കും. പിന്നാണ് അത് ഈ കൂടി യോജിക്കുന്നത്. അപ്പൊ ദൈവത്തിന് വേണമെങ്കിൽ അതിൽ നിന്നൊരു എല്ല് വലിച്ചൂരാവരുന്നു. അതിൽ നിന്നൊരു എല്ല് വലിച്ചൂരിയാല് സ്ത്രീകൾ എവിടെ കയറിയിരിക്കും? തലേ കയറിയിരിക്കും. അപ്പൊ ദൈവം അതും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നടുഭാഗത്തു നിന്ന് എടുത്തതിന്റെ കാര്യം എന്താണ്? ഒരു കുടുംബത്തിലെ സ്ത്രീക്കും പുരുഷനും ഒരേ സ്ഥാനം, സമസ്ഥിതി, ഒരേ നിലയിൽ ആണ് നമ്മുടെ സ്ഥാനം. എങ്കിൽ മാത്രമേ ഒരു കുടുംബം മുൻപോട്ട് പോകത്തുള്ളൂ എന്നുള്ള ഉദ്ദേശിച്ചാണ് വാരിയൽ എടുത്തതെന്നുള്ളതാണ് വാരിയലിന്റെ പൊസിഷൻ നമ്മളെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, വാരിയലാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഏറ്റവും വലിയ ഓർഗൻസിനെ എല്ലാം, ഹൃദയത്തെയും ശ്വാസകോശത്തെയും ഒക്കെ സംരക്ഷിക്കാനുള്ളതല്ല. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ മലനടിച്ചോ കമന്നടിച്ചോ ഒക്കെ വീണാലും ഒന്നും അവരുടെ ശ്വാസകോശത്തിനോ ഹൃദയത്തിനോ ഒന്നും പെട്ടെന്ന് ക്ഷതമൊന്നും സംഭവിക്കുന്നില്ല. കാര്യം വാരിയലുകൾ സംരക്ഷിക്കുന്നുണ്ടാണ്. അപ്പൊ ഒരു വീട്ടിലെ സംരക്ഷണം കൊടുക്കേണ്ടത് ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും എല്ലാം സംരക്ഷണം കൊടുക്കുന്നത് ആരാണ്? സ്ത്രീയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഉദ്ദേശിച്ചാണ് വാരിയൽ എടുത്തത്. മനസ്സിലായോ? അപ്പൊ അത്രയും ഗുണഗണങ്ങളുള്ളതാണ്. പിന്നെ ഇത്രയും ഗുണഗണങ്ങളുള്ള സ്പെഷ്യൽ ക്വാളിറ്റീസ് ഉള്ള ഒരു സ്ത്രീ ജന്മത്തിന് പല കാര്യങ്ങളും ഒരു കുടുംബത്തിൽ ചെയ്യാൻ പറ്റും. അതായത് ഒരു പുരുഷൻ ഇപ്പം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുക, അവന്റെ ദേഷ്യത്തെ വളരെ നോർമലാക്കാൻ ഒരു സ്ത്രീക്ക്, ഭാര്യയ്ക്ക് പറ്റും. അതാണ് മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു എന്ന് പറയുന്നത്. മൃദുവായ ഉത്തരം പറഞ്ഞാൽ മതി. നമ്മൾ വായിൽ വെള്ളം കൊണ്ടിരുന്നാൽ മതി, ഒരു പ്രശ്നവും പിന്നെ ഉണ്ടാകത്തില്ല. നമ്മൾ രണ്ട് പറയുമ്പോൾ 4 പറയാൻ പോകുമ്പോഴാണ് പ്രശ്നമുള്ളത്. നമ്മൾ മിണ്ടാതിരുന്ന് നോക്കിയ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. അതുപോലെ അവൻ ദുഃഖിച്ചിരിക്കുമ്പോൾ ഒരു പാട്ടുണ്ടല്ലോ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്ത്, ആ പാട്ട് മൊത്തം കേട്ട് നോക്കിയാൽ മതി സ്ത്രീകൾ എങ്ങനെ ആയിരിക്കണമെന്ന് അറിയാൻ പറ്റും. അപ്പം വളരെയേറെ വിഷമിച്ചിരിക്കുന്ന ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് വളരെ ശാന്തനാക്കാനും സമാധാനത്തിലേക്ക് കൊണ്ടുവരാനും പറ്റും. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാനില്ലേ നിങ്ങളുടെ കൂടെ, ഞാനല്ലേ ഇരിക്കുന്നത്, പിന്നെ എന്തിനു വിഷമിക്കണം എന്ന് പറയാൻ പറ്റും. ഡോണ്ട് ബി അഫ്രൈഡ്, ഐ ആം വിത്ത് യു ഓൾവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് അവനൊരു ശക്തി കിട്ടുന്ന പോലെ തുല്യമാണത്. അങ്ങനെ പറ്റും. സ്ത്രീയുടെ വാക്കുകൾക്ക് അതിന് കഴിവുണ്ട്. പിന്നെ അവന്റെ മക്കളെ പ്രസവിച്ച് വളർത്താനും ദൈവാശ്രയത്തിൽ വളർത്താനും എല്ലാം സ്ത്രീക്ക് പറ്റും. സ്ത്രീ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ്, വീടിന്റെ അടിസ്ഥാനപരമായ കല്ലാണെന്ന് വേണമെങ്കിൽ പറയാം സ്ത്രീയെ. ആ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇളകിക്കഴിഞ്ഞാൽ വീട് മൊത്തമായിട്ട് ആടി ഉലയുക ചെയ്തു. അതേസമയം ഒരു പുരുഷൻ എങ്ങനെ ആടി ഉലഞ്ഞു പോയാലും ആ വീട് നശിച്ചു പോകത്തില്ല. സ്ത്രീ സ്ട്രോങ് ആയിരിക്കണം. സ്ത്രീയിലാണ് എല്ലാം നിലനിൽക്കുന്നത്. ഒരു അമ്മയിലാണ്, അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അമ്മയാണ് നമ്മുടെ വീടിന്റെ നെടും തൂണ്. അമ്മയുണ്ടെങ്കിൽ അവിടെ 1000 പേരുള്ളതിന് തുല്യമാണ്. അമ്മയില്ലെങ്കിലോ ആരും ഇല്ലാത്ത പോലെ നമുക്ക് തോന്നിക്കും, ഒരു അനാഥത്വം ഫീൽ ചെയ്യും. അങ്ങനെ സ്ത്രീക്ക് ഒരു വീട്ടിലുള്ളവരെ എല്ലാം ഒറ്റ കുടക്കീഴിലാക്കി കൊണ്ടുപോകാനുള്ള കഴിവുള്ളവളാണ് സ്ത്രീ എന്ന് പറയുന്നത്. നമ്മള് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അവിടെ നാത്തൂന്മാർ കാണും, വഴക്കുണ്ടാക്കുന്നവർ കാണും, അമ്മായിയമ്മ കാണും. അപ്പൊ നമ്മൾ സ്വയം തീരുമാനിക്കും, താഴേണ്ട അടുത്ത് അങ്ങ് താണേക്കണം, ഏറ്റവും താണേക്കണം. അങ്ങ് നാത്തൂമാരെ എല്ലാം കുറെ കഴിയുമ്പോൾ കെട്ടിച്ചു വിടും, അമ്മായിയപ്പനും അമ്മായിയമ്മയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ആയിരിക്കും, അന്നേരം നമ്മൾ പൂർവ്വസ്ഥിതി പ്രാപിക്കണം. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതാണ് വാരിയലിന്റെ ഗുണമെന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ എല്ലാവിധമായ സ്പെഷ്യൽ ക്വാളിറ്റീസും ഉള്ള ഒരു സ്ത്രീയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സോളമൻ പ്രോവർബ്സിനകത്ത് സദൃശ്യവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വാക്കുണ്ട്. ഏറ്റവും 31st പ്രോവർബിന്റെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്നുണ്ട്, സാമർഥ്യമുള്ള സ്ത്രീയെ ആർക്ക് ലഭിക്കും അവളുടെ വില മുത്തുകളെക്കാൾ അധികം. പിന്നെ സ്ത്രീ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ താഴോട്ട് പറയുന്നുണ്ട്. അവള് അതിരാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കും, അവള് കമ്പിളിപ്പുതപ്പ് ഉണ്ടാക്കും, അവള് ഒരു നിലത്തിൽ കണ്ണു വയ്ക്കുന്നു, അത് വാങ്ങിക്കുന്നു, അവളുടെ ഭർത്താവ് പട്ടണവാതിൽക്കൽ പ്രസിദ്ധനാകും. ഇങ്ങനെ കുറെ കാര്യം സ്ത്രീ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെന്റൻസ് ഏത് തന്നെയാ? സാമർഥ്യമുള്ള സ്ത്രീയെ ആർക്ക് ലഭിക്കും അവളുടെ വില മുത്തുകളേക്കാൾ അധികം എന്നുള്ളത്. അത് പ്രോവർബിനകത്ത് പറഞ്ഞേക്കുന്നതിന്റെ കാര്യം അതാണ്. പിന്നെ വേറൊന്ന് പറയാനുള്ളത് ബെസ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്രിയേഷൻ എന്നുള്ളതാണ്. ദൈവം സൃഷ്ടിച്ചതിൽ ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളും എടുത്തു നോക്കിയാൽ ഏറ്റവും ലാസ്റ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് സ്ത്രീയാണ്.
സ്ത്രീയെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ദൈവം ആരെയും സൃഷ്ടിച്ചിട്ടില്ല. സൃഷ്ടി അതോടെ നിർത്തി. പിന്നെ വിശ്രമമാണ്. പിന്നെ സൃഷ്ടി ആരെ ഏൽപ്പിച്ചു? സ്ത്രീയെ ഏൽപ്പിച്ചു. ബാക്കി സൃഷ്ടികർമ്മം ആരെയാ ഏൽപ്പിച്ചേക്കുന്നത്? സ്ത്രീകളെയാ. തലമുറകൾ സൃഷ്ടിക്കാനുള്ള കഴിവ് കൊടുത്തേക്കുന്നത് സ്ത്രീകൾക്കാണ്. ദൈവം പോലും സൃഷ്ടി നിർത്തിവെച്ചിട്ട് സ്ത്രീയെ ഏൽപ്പിക്കുക ചെയ്തത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതൃത്വം എന്ന് പറയുന്നത് അത്രമാത്രം ഉത്തരവാദിത്വത്തോടുകൂടിയും ധന്യതയോടും കൂടി ചെയ്യേണ്ട ഒരു കർത്തവ്യമാണെന്നുള്ളത്. അല്ലത്വം എന്ന് പറയുന്നത് ഏറ്റവും ധന്യതയോടുകൂടിയും ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടിയും നമ്മൾ ചെയ്യേണ്ടതായ ഒരു കർത്തവ്യമാണെന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ശരീരത്തിനകത്ത് നമ്മുടെ തന്നെ രക്തവും മാംസവും ഉപയോഗിച്ച് ഒരു കുഞ്ഞിനെ ഏറ്റവും അടുത്ത ഒരാളായിട്ട് വളർത്താനുള്ള അവകാശമാണ് ദൈവം തന്നിരിക്കുന്നത്. അതിനെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ടും ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയായിട്ടും വളർത്തിക്കൊണ്ടുവരാനുള്ള അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. പിന്നെ കരയാൻ മാത്രം അറിയാവുന്ന ആ ഒരു നിസ്സഹായ ബാല്യത്തിൽ നിന്നും വീണ്ടും വളർന്നൊരു കുഞ്ഞായും വീണ്ടും വളർന്നൊരു സഫല ജീവിതവുമായി മാറുന്നത് കണ്ടു നിൽക്കാനുള്ള ഒരു നിർവൃതിയും സ്ത്രീകൾക്കുണ്ട്. മനസ്സിലായോ ഞാൻ പറയുന്നത്? അപ്പൊ ഇങ്ങനെ ഒരുപാട് ഉത്തമമായ ഗുണങ്ങളുള്ള പ്രകൃതിയുടെ തന്നെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്ന 3 കാര്യങ്ങളിൽ കൂടെ ആണല്ലോ പ്രകൃതി കറങ്ങുന്നത്. ഇതിൽ ഏറ്റവും സർഗാത്മകമായ സൃഷ്ടിയിൽ ഈശ്വരനോടൊപ്പം പങ്കുചേരാനുള്ള അവകാശം അതും സ്ത്രീക്ക് സ്വന്തമായിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ഗുണങ്ങളെ കുറിച്ച് നോക്കിയാൽ നമ്മൾ പഴയ നിയമത്തിലോട്ട് പോയാലും പുതിയ നിയമത്തിലോട്ട് പോയാലും സ്ത്രീകളെ ഒരുപാട് കാണാൻ പറ്റും. പഴയ നിയമത്തിലോട്ട് പോയാൽ അബ്രഹാമിന്റെ ഭാര്യ സാറ മുതൽ ഇങ്ങോട്ട് റാഹേല്, റബേക്ക, റൂത്തൻ, നവമി, എസ്തർ, ഒരുപാട് ശക്തിമത്തായ കഥാപാത്രങ്ങളെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നമുക്ക് കാണാൻ പറ്റും. പുതിയ നിയമത്തില് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് യേശുവിന്റെ അമ്മയായ മറിയത്തെ, കാനായിലെ കല്യാണം. അതാണല്ലോ ഏറ്റവും ആദ്യത്തെ ഒരു അത്ഭുതം എന്ന് പറയുന്നത്, അല്ലേ? അതിൽ നോക്കിയാൽ യേശു ക്രിസ്തുവിന്റെ അമ്മയോടൊപ്പം അവിടെ കല്യാണത്തിന് വന്നിരുന്നതായിട്ട് പറയും. കല്യാണത്തിന് വന്നപ്പോൾ എന്തോ അവിടെ സംഭവിച്ചത്? അവർക്ക് വീഞ്ഞില്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യം, വീഞ്ഞില്ല. ഉടനെ അമ്മ ചെന്ന് കുഞ്ഞിനോട് എന്ത് പറഞ്ഞു? അവർക്ക് വീഞ്ഞില്ല. വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പം യേശു എന്ത് പറഞ്ഞു? അതിന് എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇതുവരെ ആയിട്ടില്ലല്ലോ. യു മസ്റ്റ് നോട്ട് ടെൽ മീ വാട്ട് ടു ഡു, മൈ ടൈം ഈസ് നോട്ട് യെറ്റ് ടു കം എന്നാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെ പറഞ്ഞു. യു എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു ഇതെല്ലാം സംസാരിച്ചൊന്നും മലയാളത്തിലല്ല, ഹെബ്രു ഭാഷയിലാണ് സംസാരിച്ചിരിക്കുന്നത്. ആ ഭാഷയിലുള്ള ബൈബിള് പല പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നതാണ്. ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ യു എന്നുള്ള വാക്കിന് പകരം നീ എന്ന് പറയേണ്ടി വന്നു. മലയാളത്തില് നമ്മളിപ്പം വേറൊരാൾ ഒരു പ്രതിപക്ഷത്തെ കാണിക്കാൻ നമുക്ക് മലയാളത്തിൽ പല വാക്കുകൾ ഉപയോഗിക്കാം. നീ എന്നും നിങ്ങളെന്നും താങ്കളെന്നും ഒക്കെ നമുക്ക് ബഹുമാനം കലർത്തി പലതും പറയാൻ പറ്റും. പക്ഷെ ഇംഗ്ലീഷിൽ ഒരൊറ്റ വാക്കേ ഉള്ളൂ പ്രതിപക്ഷത്തെ കാണിക്കാൻ, യു എന്നൊരു വാക്ക് മാത്രമേ ഉള്ളൂ. അത് രാജാവിനെ ആണെങ്കിലും പറയുന്നത് യുവർ മജസ്റ്റി എന്നാണ്, അല്ലെങ്കിൽ യുവർ ഓണർ എന്നൊക്കെ പറയും. അപ്പൊ ആ യു എന്നുള്ള ഒരു വാക്കേ ഉള്ളൂ ഇംഗ്ലീഷിൽ ആകെപ്പാടെ ഒരു പ്രതിപക്ഷത്തെ കാണിക്കാൻ, അല്ലെങ്കിൽ വേറൊരാളോട് പറയാൻ യു എന്നൊരു വാക്കേ ഉള്ളൂ. മലയാളത്തിൽ അനേകം വാക്കുകൾ, ഹിന്ദിയിലും ഉണ്ട്, തൂ, തും, ആപ്പെന്നൊക്കെ പറയും, പല വാക്കുകളുണ്ട്. ഇംഗ്ലീഷിൽ ഈ ഒരു വാക്കുള്ളത് കൊണ്ട് അതിന്റെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ എങ്ങനെ വന്നു? നീ എന്ന് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലര് പറയുന്ന കേൾക്കാം, യേശു വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഒരു ബഹുമാനവും ഇല്ലാതാണ് അമ്മയോട് സംസാരിച്ചിരിക്കുന്നത് എന്ന് ചിലരൊക്കെ വിവരണം നടത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് വലിയ അർത്ഥമില്ല. കാര്യം ഇംഗ്ലീഷിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് നീ എന്നുള്ള വാക്ക് വന്നത്. അല്ലാതെ യേശുക്രിസ്തു മലയാളത്തിലല്ലല്ലോ പറഞ്ഞത്. പറഞ്ഞോ? മലയാളത്തിൽ പറഞ്ഞോ? ഇല്ല. നമ്മൾ തന്നെ തർജ്ജമ ചെയ്തപ്പോൾ അങ്ങനെ വന്നെന്നുള്ളത്. അത് ഞാനൊരു വിവാദ വിഷയമാക്കാനല്ല പറഞ്ഞത്. യേശുക്രിസ്തു തന്റെ അമ്മയോട് വളരെ ബഹുമാനത്തോടെ സംസാരിച്ചിരുന്നു എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാണ് അപ്പം യേശുക്രിസ്തുവിന്റെ അമ്മയ്ക്കറിയാം ഞാൻ പറഞ്ഞാൽ എന്തായാലും കുഞ്ഞ് കേൾക്കുമെന്നറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്തെങ്കിലും കൽപ്പിക്കുമെന്ന് അറിയാമല്ലോ, അല്ലേ? ആ ഉറപ്പിലാണ് പറഞ്ഞത് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞു എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ യേശുക്രിസ്തു എന്ന് പറഞ്ഞു കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ. അപ്പൊ അമ്മ പറഞ്ഞതാണ് അത് ചെയ്തേ പറ്റൂ. അതാണ് അമ്മയും മകനും തമ്മിലുള്ള ഒരു പരസ്പര സ്നേഹവും ബഹുമാനവും നമ്മൾ മനസ്സിലാക്കേണ്ടതായ വസ്തുത അതാണ്. പിന്നെ അനേക സ്ത്രീകളുടെ കാര്യം പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരു പാപിനിയായ സ്ത്രീയെ എല്ലാവരും കല്ലെറിഞ്ഞു കൊല്ലാൻ വന്നപ്പോൾ യേശുക്രിസ്തു എന്ന് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയാൻ. അന്നേരം ആർക്കും അറിയാനില്ല, എല്ലാവരും കല്ലിട്ടേച്ചു പോയപ്പോൾ യേശുക്രിസ്തു എന്ന് പറഞ്ഞു മേലിൽ പാപം ചെയ്യരുത്. അപ്പൊ അവളോട് അനുകമ്പയെ കാണിക്കുന്നു, അല്ലേ? പിന്നെ ഒരു രക്തസ്രാവക്കാരിയായ സ്ത്രീ വരുന്നുണ്ട്. അവളും വന്നു പറഞ്ഞപ്പം ഇന്നും വിശ്വാസത്തെക്കുറിച്ച് എവിടെല്ലാം പ്രതിപാദിക്കുന്നുണ്ടോ അവിടെല്ലാം ഈ ബ്ലീഡിംഗ് ഉള്ള സ്ത്രീയെ പറ്റി പറയുന്നുണ്ട്. അത്രമാത്രം വിശ്വാസം കാണിക്കുന്നുണ്ട്. അതും അവളോട് കാണിച്ച അനുകമ്പയാണ്. പിന്നെ ഒരു കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട്
സ്ത്രീകളോട് അനുകമ്പയും സ്നേഹത്തോടെയും യേശുക്രിസ്തു ഇടപെട്ടിട്ടുള്ള രംഗങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ സ്ത്രീകൾക്കും അതുപോലെ തന്നെ യേശുക്രിസ്തുവിനോട് വളരെ കാര്യമായിരുന്നു. ഒരു പുരുഷനോട് ആളുകൾ ചോദിച്ചു, നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയല്ലോ, യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്നല്ലോ, നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ യേശുവിന്റെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ ആ പുരുഷൻ എന്തോ പറഞ്ഞു? എനിക്കറിയത്തില്ല. ആ പുരുഷൻ എന്തോ പറഞ്ഞു? അത് ഏക്കാനുള്ള ധൈര്യം ആ പുരുഷൻ ഇല്ല. പുരുഷൻ പറയാ, എനിക്കറിയത്തില്ല, യേശുവിനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞൊരു പുരുഷൻ തഴഞ്ഞിടത്താണ് സ്ത്രീകൾ കുരിശിന്റെ വഴിയിൽ ഉടനീളം നടന്നത്. കുരിശിന്റെ വഴിയിൽ, ആ കുരിശെടുത്തുകൊണ്ട് പോകുന്ന വഴിയിലെല്ലാം സ്ത്രീകളുണ്ട്. അപ്പോൾ ആ സ്ത്രീകളെ നോക്കി യേശുക്രിസ്തു എന്ന് പറഞ്ഞു, എന്നെ ഓർത്ത് നിങ്ങൾ കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരഞ്ഞാൽ മതി എന്ന് പറയും. കുരിശിന്റെ ചുവട്ടിൽ സ്ത്രീകളുണ്ട്. അവിടെ ആ ചോമ്പിൽ നോക്കാൻ ആദ്യം സ്ത്രീ മഗ്ദലന മറിയമാണ് ആദ്യം യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് സ്ത്രീകൾക്കാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയ ഒരു ക്രിയേഷനാണ്, ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. നമ്മുടെ ഭാരതം എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരം ഭാരതീയ സംസ്കാരമാണ്. അതിഥി ദേവോ ഭവാനൊക്കെ നമ്മൾ പറയും. നമ്മുടെ വീട്ടിൽ ഒന്നുമില്ലെങ്കിലും നമ്മളൊരു വീട്ടിലോട്ട് കയറി വരുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ നമ്മളെല്ലാവരും ബില്ലിങ് ആകുന്നതിന്റെ കാര്യം എന്താ? വീട്ടിൽ വരുന്ന അതിഥികളെ നമ്മൾ ദൈവത്തെ പോലെ കാണുന്നത്. അതൊക്കെ ഭാരതീയ സംസ്കാരമാണ്. ഭാരതീയ സംസ്കാരത്തിൽ സ്ത്രീകളെ എപ്പോഴും ദേവതയായിട്ടാണ്, ഒരു ദേവിയാണെന്നാണ്. നമുക്ക് എത്ര വിഷമം വന്നാലും എത്ര പ്രയാസം വന്നാലും നമ്മൾ ആദ്യം വിളിക്കുന്ന എന്തുവാ? അമ്മേന്നാണ്, അല്ലേ? ആണോ? അമ്മയെന്നൊന്ന് പറയാത്ത ആരുമില്ല. അമ്മയെന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. അമ്മയെന്ന് പറയുന്ന ദേവിയാണ്, ശക്തിയാണ്. അതുകൊണ്ടാണ് അമ്മയെന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നത്. അമ്മയ്ക്ക് അത്രമാത്രം പ്രാധാന്യം ഭാരതീയ സംസ്കാരം കൊടുക്കുന്നുണ്ടെന്നാണ്. പിന്നെ ഇത്രയും പ്രാധാന്യമുള്ള സ്ത്രീകളെ ഇപ്പൊ അനുഭവിക്കുന്ന കഷ്ടതകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ദിവസവും ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാൽ അതിനകത്തെല്ലാം സ്ത്രീകളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നതും സ്ത്രീകൾ ഭയങ്കരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നതുമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കാണുന്നത്. ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട്, ഗാർഹിക പീഡനം, ജോലി സ്ഥലത്ത് പീഡനം, വഴിനീള നടക്കുന്ന പീഡനം, പിന്നെ തുല്യ വേതനമില്ല, ജോലി ചെയ്യുന്നിടത്ത് തുല്യമായ വേതനമില്ല, സ്ത്രീയാണെന്ന് പറഞ്ഞ് ചോദിച്ചാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? ഇതെല്ലാം ഇറാഡിക്കേറ്റ് ചെയ്യണം, ഇതെല്ലാം എല്ലാം മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇവിടെ അച്ഛന്മാരെല്ലാം പറഞ്ഞു വിദ്യാഭ്യാസം. അച്ഛന്മാരെല്ലാം ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ചത് ഏറ്റവും വിദ്യാഭ്യാസത്തിന്റെ ഗുണഗണങ്ങളെ കുറിച്ചാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയപ്പെട്ട അനീതികളെ തുടച്ചു നീക്കാൻ മാത്രം ശക്തിയുള്ളവരെ നമ്മൾ മാറത്തുള്ളൂ. അപ്പൊ കുഞ്ഞുങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഇത്രയും പുസ്തകം പൂക്കോട്ട് വിതരണം ചെയ്യുന്നു. ഇതെല്ലാം കുഞ്ഞുങ്ങൾ പഠിക്കണമെന്ന പ്രദേശത്തിലേതെല്ലാം ചെയ്യും. മാതാപിതാക്കളും അത് മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളെ എങ്ങനെയാണെങ്കിലും നിങ്ങളെ പഠിപ്പിക്കണം. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് നേടാനുള്ളൂ എന്താണെങ്കിലും. അങ്ങനെ കേട്ടിട്ടുണ്ടോ? പെണ്ണിന് പിടിപ്പുണ്ടെങ്കിൽ പെട്ടിയിൽ 10 പണം. അതെങ്ങനെയാ? എല്ലാം നമ്മളൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പാലിക്കണം. സാമ്പത്തികമായ ഒരു അച്ചടക്കം പാലിക്കാൻ നമ്മൾ തയ്യാറാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ മതി. വളരെ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെയും സ്ത്രീയുടെ കൈകളിൽ കൂടെ പോയാൽ അവിടെ രക്ഷപ്പെട്ടു എന്നുള്ളത് അത് സത്യം. അതാണ്. പുരുഷന്മാർ എതിർത്താലും പുരുഷന്മാർ അത്ര ഇമ്പോർട്ടന്റ് അല്ലെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷേ സ്ത്രീകൾ നെടുന്തൂണായി നിൽക്കുന്നിടം ഒരിക്കലും നശിച്ചു പോകത്തില്ല, അത് സത്യമാണ്. ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പാലിക്കണം. അപ്പൊ ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയാം. പക്ഷേ രാവിലെ എഴുന്നേറ്റാൽ എന്താ പ്രോവർബിനകത്ത് പറഞ്ഞേക്കുന്നത്? എന്താ? സ്ത്രീകൾ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരം പാചകം ചെയ്യും. ഇത് ആഹാരം പാചകം ചെയ്യാത്ത ചില സ്ത്രീകളുണ്ട്. രാവിലെ എഴുന്നേറ്റിരിക്കും, ചുമ്മാതെ മൊബൈൽ കുത്തി കളിച്ചോണ്ടിരിക്കും, ഒന്നും ചെയ്യത്തില്ല. അപ്പൊ പുരുഷന്മാരും കുഞ്ഞുങ്ങളും എല്ലാം എഴുന്നേറ്റ് എവിടെ പോകും? അടുത്തുള്ള ചായക്കടകളിലൊക്കെ പോയി എല്ലാം വാങ്ങിച്ചു കഴിക്കാനായിട്ട് തുടങ്ങും. ഒരു ദിവസമോ 2 ദിവസമോ വലിയ കുഴപ്പമില്ല. ഇത് സ്ഥിരം തുടർന്നാലോ അവിടെ ഫിനാൻഷ്യൽ ഇൻഡിസിപ്ലിൻ ഉണ്ടാവും. കാര്യം ഒരുപാട് ചെലവാകും. നേരം കടയിലൊക്കെ പോയി വല്ലപ്പോഴും കഴിക്കുന്ന പോലല്ല. ദിവസവും നമ്മൾ വെളിയിൽ നിന്നൊക്കെ പോയി ആഹാരം വാങ്ങിച്ചു കഴിച്ചാൽ നമ്മുടെ ഫിനാൻസ് നേരം അത്രയും തീർന്നുകൊണ്ടിരിക്കും. ചെറിയൊരു കാര്യം പറഞ്ഞതാണ്. കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ പോകുന്നു, ചെറിയ ഒരു ലാഭം, 1 രൂപ 2 രൂപയൊക്കെ ലാഭം കിട്ടുന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മേക്ക് യൂസ് ചെയ്യണം. ഹോൾസെയിലായിട്ടുള്ള കടകളിൽ നിന്ന് എടുത്താൽ കുറച്ച് ലാഭം കിട്ടും, അത് നോക്കണം. പിന്നെ ചില കൂപ്പണൊക്കെ കൊണ്ടു കൊടുത്താൽ ചിലപ്പോൾ റിഡക്ഷൻ കിട്ടും, അതൊക്കെ നോക്കണം. കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ഇപ്പൊ കുറെ സാധനം വാങ്ങിക്കാൻ ഒരു റൂട്ടിൽ പോയാൽ ആ റൂട്ടിലോട്ട് പോയിട്ട് എല്ലാ സാധനങ്ങളും കൂടെ വാങ്ങിച്ചിട്ട് നമുക്കൊരു വണ്ടി തിരിച്ചു വരാം. അതുപോലെ ഓരോ സമയം ഓരോ സാധനം മേടിക്കാൻ ഓടിപ്പോയാലോ അപ്പൊ നമ്മുടെ അത്രയും പോവല്ലേ? ഓരോ രൂപ 2 രൂപയാണെങ്കിൽ പോലും നമ്മുടെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ കുഞ്ഞു കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ചാൽ കൊച്ചു കൊച്ചു കാര്യം, അല്പത്തിൽ വിശ്വസ്തനാണ് അധികത്തിൽ. കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്താൽ വലിയ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായിട്ട് വരും. അപ്പൊ അതെല്ലാം ഒരു സ്ത്രീക്ക് പറ്റുമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. സാധനങ്ങൾ നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന സാധനങ്ങളാണേലും അതിനെല്ലാം അത്യാവശ്യമുള്ളത്, ആവശ്യമുള്ളത്, അനാവശ്യമായിട്ടുള്ളത് എന്ന് തരംതിരിക്കണം.
അത്യാവശ്യമായിട്ടുള്ളതിനെ എല്ലാം വാങ്ങിക്കണം നമ്മൾ, അതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത്യാവശ്യം എന്തോ നമുക്കുള്ളത്, എന്താ അത്യാവശ്യം? നമ്മുടെ ആഹാര സാധനങ്ങള്, നമ്മുടെ വസ്ത്രങ്ങള്, നമുക്ക് താമസിക്കാൻ ഒരു വീട്, ഇത്രയും നമുക്ക് അത്യാവശ്യങ്ങൾ അല്ലേ? അത്യാവശ്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ആവശ്യങ്ങൾ, ഒരു TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറയുന്ന ആവശ്യങ്ങളാണ്. ബാക്കിയുള്ളതെല്ലാം അനാവശ്യങ്ങളാണ്. അപ്പൊ അനാവശ്യങ്ങളെ നമ്മൾ വെട്ടി ചുരുക്കി കളഞ്ഞിട്ട് അത്യാവശ്യങ്ങളിലേക്കും ആവശ്യങ്ങളിലേക്കും മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് സേവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുന്നതാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം ഒരു വീടിന്റെ ഭദ്രതയ്ക്ക്. രണ്ടാമത്തത് സമയം. സമയം അതുപോലെ പണത്തെക്കാട്ടിലും വിലയുള്ളതാണ് ചിലപ്പോൾ സമയം പാലിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു 10 മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ 10ന് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ എത്തിയിരിക്കണം. അത് എവിടാണേലും, ജോലി സ്ഥലത്താണേലും എവിടാണേലും നമ്മൾ ആ സമയം പാലിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്വാളിറ്റിയാണ്. അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കുണ്ടായിരിക്കണം. അതിനൊരു ഏറ്റവും എളുപ്പ വഴി ഞാൻ പറയാം. എല്ലാ സാധനങ്ങളും വീട്ടിൽ അറേഞ്ച് ചെയ്ത് വെക്കണമെന്നുള്ള ഒരു സെപ്റ്റിപ്പിന് പോലും അതിരിക്കാൻ ഒരു സ്ഥലം വേണം. നമ്മൾ ഏതെങ്കിലും സാധനങ്ങൾ തിരക്കി അതെന്ത് എന്ന് പറഞ്ഞാൽ ഓടി നടക്കരുത്. എല്ലാ സാധനവും, വെട്ടോത്തി ആണേലും പിച്ചാത്തി ആണേലും എന്ത് സാധനമാണെങ്കിലും, നമ്മൾ തലയിലിടുന്ന സ്ലൈഡ് ആണെങ്കിലും, നമ്മുടെ സെപ്റ്റിപ്പിനാണേലും, നമ്മുടെ ഷാളുകളാണേലും, നമ്മുടെ ഡ്രസ്സ് ആണേലും എല്ലാത്തിനും പ്രോപ്പർ പ്ലേസ് ഉണ്ടായിരിക്കുക. ഏറ്റവും ചെറിയ കാര്യത്തിന് പോലും പ്രോപ്പർ പ്ലേസ് ഉണ്ടായിരിക്കുക. അതിനെ അറേഞ്ച്മെന്റ് എന്നാ പറയുന്നത്. അങ്ങനെ ഒരു ചില വീട്ടിലോട്ട് ചെന്ന് കഴിയാൽ എല്ലാ സാധനവും കുഴച്ച് മറിച്ച് വാരിയിട്ടിരിക്കുക, ഒന്നിനും ഒരു സ്ഥലമില്ല. അപ്പൊ ഒരു സാധനം തിരക്കി തന്നെ നമ്മൾ ഒരുപാട് സമയം കളയേണ്ടി വരും. സമയം വളരെ വില പിടിച്ചതാണ്. പ്രത്യേകിച്ച് നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ വളരെ വില പിടിച്ചതാണ് സമയം സേവ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത്. എല്ലാ കാര്യത്തിലും ഒരു അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കുക എന്ന് പറയും. ഒരു ചെറിയ കാര്യമായിരിക്കാം, ആ ചെറിയ കാര്യം തിരക്കി തന്നെ നമ്മൾ മണിക്കൂറുകൾ ചിലപ്പോൾ കളഞ്ഞിരിക്കും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ അറേഞ്ച്മെന്റ് അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എല്ലാത്തിലും ഒരു ശ്രദ്ധ ഉറപ്പാക്കണം. സ്ത്രീകൾ ചെയ്യേണ്ട കാര്യം എല്ലാത്തിലും ഒരു ശ്രദ്ധ. വീട്ടിലെ ഒരു ചെറിയ A-Z കാര്യങ്ങളിലും അവളുടെ ശ്രദ്ധ വേണം. കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നു, ക്ലാസ് കഴിഞ്ഞിട്ട് എവിടെ പോയി, എത്ര സമയം, 4 മണിക്ക് സ്കൂൾ വിട്ടു, 4:30 വീട്ടിലെത്തിയിട്ടില്ല, എവിടെ പോയി അവൻ, ആ ഒരു ശ്രദ്ധ വേണം. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, പെൻസില്, പേന, ബുക്ക്, അവന്റെ തന്നെ ബുക്കുകളാണോ, വേറെ വല്ലവരുടെയും മോട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ, വല്ലവരുടെയും പൈസയൊക്കെ കയ്യിൽ അനാവശ്യമായിട്ട് ചെലവാക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ റെഡിയാക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് റെഡിയാവും. ടീച്ചേഴ്സ്, നിങ്ങൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് പറയുമല്ലോ അവൻ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയാം. അങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് എല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു ഉദാഹരണം പറയാം. ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ഈ കവിതാ മത്സരം നടത്തി, സ്കൂളിൽ കവിതാ മത്സരം, കവിതയ്ക്ക് എന്തെങ്കിലും ഒരു വിഷയമാണ് കൊടുക്കുക പതിവ്. ഒരു വർഷം ആ കുട്ടിക്ക് കിട്ടിയ വിഷയം എന്താണെന്നറിയോ? ഉപ്പെന്നായിരുന്നു, ഉപ്പ്. അപ്പൊ ഉപ്പിനെ കുറിച്ച് എല്ലാവരും കവിതകൾ എഴുതി. സോഡിയം ക്ലോറൈഡ് ആണ് ഉപ്പ് നമുക്ക് ആഹാരം തരുന്നു, ആ ആഹാരത്തിനകത്ത് രുചി തരുന്നു എന്നൊക്കെ പറഞ്ഞ് പല പല കവിതകൾ എഴുതി. അവസാനം സമ്മാനം കിട്ടിയ കവിത ഏതായിരുന്നു എന്നറിയാവോ? അവന്റെ അമ്മയെ കുറിച്ച് തന്നെ അവനൊരു കവിത എഴുതി. ഒരിടത്ത് വായിച്ച കഥയാ കേട്ടോ. അവന്റെ അമ്മയെ കുറിച്ചാണ് അവൻ ആ കവിത എഴുതിയിരിക്കുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് അന്നേരം തുടങ്ങി മുതൽ രാത്രി വരെയും പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം എൻ്റെ വീട്ടിലുണ്ട്. ആ യന്ത്രത്തിന് വിശ്രമമില്ല. ചെടിക്ക് വെള്ളം ഒഴിക്കണം, അമ്മൂമ്മയെ അപ്പൂപ്പനെ നോക്കണം, പശുവിനെ നോക്കണം, കോഴിയെ നോക്കണം, താറാവിനെ നോക്കണം, എല്ലാത്തിനെയും നോക്കണം, വീടെല്ലാം അടിച്ചു വാരണം, വൃത്തിയാക്കണം, തുണി നനയ്ക്കണം. ആപ്പാടെ ജോലിയാണ്, മുഴുവൻ യന്ത്രമാണ്. ഒരു യന്ത്രം എൻ്റെ വീട്ടിലുണ്ട്. ആ യന്ത്രം എന്ത് ചെയ്യുന്നുണ്ട്? ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സോഡിയം ക്ലോറൈഡ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രം. എന്തോ അത് വിയർപ്പൊഴുക്കുന്നതിൻ്റെ കാര്യമാണ്. എൻ്റെ അമ്മയാണ് ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രം എൻ്റെ വീട്ടിലെ. ആ കവിതയ്ക്കായിരുന്നു സമ്മാനം കിട്ടിയത്. അപ്പൊ പിന്നെ ആ കുട്ടിയെ വിളിച്ചു, എന്താ കാര്യം ഒക്കെ തിരക്കിയപ്പം വീട്ടിൽ അവൻ്റെ അമ്മയാണ് എല്ലാം ചെയ്യുന്നത്, അച്ഛനില്ല. അങ്ങനെ ഒരു ദാരുണമായ അവസ്ഥയാണ്. പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാം ഇടപെട്ട് അവന് വീട് വെച്ചു കൊടുക്കുകയും വീടില്ല, അങ്ങനെ എല്ലാം റെക്ടിഫൈ ചെയ്തു എല്ലാ കാര്യങ്ങളും. അവന്റെ ഒരു കവിത മൂലം അവൻ ഒരുപാട് ഉയർന്നു. അപ്പൊ ഉപ്പെന്ന് പറഞ്ഞ ഒരു കവിത എഴുതിയ അമ്മയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ശ്രദ്ധ, മാനസികമായിട്ടുള്ള ശ്രദ്ധ, തലച്ചോറിന്റെ ശ്രദ്ധ, ശാരീരികമായിട്ടുള്ള ശ്രദ്ധ എല്ലാം വരുന്നത് ഒരു അമ്മയ്ക്ക് മാത്രമാണ്. എങ്കിൽ മാത്രമേ ആ വീട് നല്ലപോലെ റൺ ചെയ്യത്തുള്ളൂ എന്ന് ആ കുട്ടിയുടെ ഒരു കവിതയിൽ നിന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുവിൻ. ഉപ്പെന്ന് പറഞ്ഞാൽ എന്താ? അപ്പം മനസ്സിലായോ ഉപ്പ് എന്തുവാന്ന്? എല്ലായിടത്തും രുചി പരത്തുന്നത്. ചെറിയ എത്ര കൊള്ളരുതാത്ത സാധനത്തിനകത്ത് വെച്ചിട്ട് ഉപ്പിടാമെങ്കിൽ അതിനൊരു രുചി പ്രത്യേകം വരും. അപ്പം നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ, നമ്മുടെ വീട്ടിലായിരിക്കാം, നമ്മുടെ സമൂഹത്തിലായിരിക്കാം, നമ്മുടെ പള്ളിയിലായിരിക്കാം, ആ ചെറിയ അജഗണമേ ഭയപ്പെടേണ്ടെന്ന് പറയും. നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ചെറിയ സമൂഹമായിരിക്കാം, വലിയ സമൂഹം, എവിടെ ആയാലും നമുക്കൊരു ഉപ്പായി മാറാൻ പറ്റണം.
മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു കറിയിൽ അലിഞ്ഞു ചേരുന്ന പോലെ അലിഞ്ഞു ചേർന്ന് അതിന് രുചി പകർത്താൻ നമ്മളെ കൊണ്ട് പറ്റണം എന്നുള്ളതാണ്. അതിനകത്ത് ഞാൻ ഒരു ടി വിയിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സീരിയലാണ് കഥയിലൊരു ജീവിതം. അത് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരുപാട് പേര് അവരുടെ പ്രശ്നങ്ങളൊക്കെ വന്നിരുന്ന് പറയുക. നമ്മൾ വിചാരിക്കും ചിലരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ടാൽ അതൊന്നും ഭയങ്കരമാണ്, ഒത്തിരി പൈസയൊക്കെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അല്ല, പൈസയല്ല എല്ലാത്തിൻ്റെയും വിഷയം. അവരുടെ പ്രശ്നങ്ങൾ ഒരു വീട്ടിലോട്ട് നമ്മൾ വഴക്കൊക്കെ കൂടുന്ന ഒരു വീട്ടിലോട്ടെ നമ്മൾ ചുമ്മാതെ വെറുതെ പോയി നിന്ന് കൊടുത്താൽ മതി. അവരുടെ അച്ഛൻ വന്ന് ആദ്യം കുറെ കംപ്ലൈൻറ്റ്സ് പറയും, അമ്മ വന്ന് കുറെ പറയും, മക്കളെല്ലാം വന്ന് പറയും. നമ്മളോട് പറയുക എന്താ അവർ പറയുന്നേ? അവർക്കിതെല്ലാം പറയാൻ ആരും ഇല്ലെന്നുള്ളത് അവരുടെ മേജർ പ്രശ്നം. ഇതെല്ലാം പറഞ്ഞു കേട്ട് കഴിയുമ്പോൾ തന്നെ പ്രശ്നം തീരുക ചെയ്യും. ഈ കഥയിലെ ജീവിതത്തിനകത്തും അത് തന്നെയാണ് സംഭവിച്ചത്. ഒരുപാട് കഥകൾ, ഒരുപാട് വലിയ പാനൽ മെമ്പേഴ്സ് ഒക്കെ ഇരുന്ന് അവരുടെ മുമ്പിൽ ഈ കഥകൾ പറയുക. ഓരോരുത്തർ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ പ്രശ്നം തീർന്നു. അവിടെ പൈസ കച്ചവടമൊന്നും ഞാൻ കണ്ടില്ല, ഒരു പൈസയും കൊടുത്തിട്ടില്ല, ആരുടെ പൈസയല്ല. നമ്മൾ അവരുടെ പ്രശ്നം കേൾക്കുക, നമ്മുടെ പ്രശ്നം പറയാൻ നമുക്കൊരാളുണ്ടായിരിക്കുക, അത് കേൾക്കാൻ ഒരാളുണ്ടായിരിക്കുക. അപ്പൊ തീരുന്ന പ്രശ്നങ്ങളാണ് മുക്കാൽ ഭാഗവും. അങ്ങനെ നമുക്കാകാൻ പറ്റും. നമ്മളായിരിക്കുന്ന സമൂഹത്തിലും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ നെയ്ബേഴ്സിൻ്റെ അടുത്തും ഒക്കെ നമുക്ക് അങ്ങനെ ഒരു മറ്റുള്ളവരിലേക്ക് രുചി പകർത്തുന്ന ഒരു സാധനമായിട്ട് നമുക്ക് മാറാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ബൈബിളിലെ ഒരു കഥ പറയാം. ബർത്തിമായി എന്ന് പറഞ്ഞ ഒരു കുരുടൻ നിലവിളിച്ചു, യേശുക്രിസ്തു അതുവഴി പോകുന്നെന്ന് അറിഞ്ഞുകൊണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞു മിണ്ടാതിരിക്കുക, ഇവിടെ ഇതിലെ കൂടെ മുന്നേ കിടന്ന് അലയ്ക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞല്ലേ, മിണ്ടായിരിക്കാൻ പറഞ്ഞു. അവൻ അവിടെ കിടന്ന് പിന്നെയും വിളിച്ചു പോയി, ദാവീദിന്റെ പുത്ര എന്നോട് കരുണ കാണിക്കണേ. യേശു നിന്നു. അവന്റെ നിലവിളി കേട്ടപ്പോ യേശു നിന്നു. അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. അവനെ വിളിച്ചു. അവൻ വന്നു. അവൻ പുതപ്പിട്ട് കളഞ്ഞിട്ട് ഓടി വന്നപ്പോ എന്ത് പറഞ്ഞു? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അതാണ് ഒരു ദൈവിക ഭാവം. ദൈവികമായൊരു ഭാവമാണത്. നമ്മൾ ആരോടെങ്കിലും ഇടപെടുമ്പം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാണും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം, ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. അപ്പൊ നമുക്ക് തന്നെ ചോദിക്കാം, എന്താണ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, എനിക്ക് എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളൊന്ന് ചോദിച്ച് ഇടപെടുവാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയട്ടെ. പിന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. നമുക്ക് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. പ്രാർത്ഥിച്ചാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. ഞാൻ ഒരുപാട് എൻ്റെ ജീവിത ദുഃഖങ്ങളിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് തന്നെ അനേകരുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു പ്രാർത്ഥന വലിയ പ്രയർ ഈസ് പവർ എന്നാണ് പറയുന്നത്. വലിയ പവറാണ്. നമ്മൾ ബൈബിളിനെ മുറുകെ പിടി, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും. നമ്മുടെ പ്രശ്നം എന്താണോ അതൊരു പേപ്പറിനാണ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. എൻ്റെ പ്രശ്നം എന്താണോ അത് ഞാനങ്ങ് എഴുതുക ഒരു പേപ്പറിൽ. പേപ്പർ വെച്ചിട്ട് ബൈബിളിനകത്തോട്ട് അത് വെച്ചേക്കുക. വച്ചിട്ട് ഞാൻ ആ ബൈബിൾ എടുത്ത് വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. കുറേ കാലം കഴിയുമ്പോൾ, കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പ്രശ്നം തീർന്നിരിക്കും. അപ്പൊ ബൈബിൾ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശക്തിയുള്ള ഒരു ബുക്കാണെന്നാണ് ഞാൻ പറയാൻ വന്നത്. ബൈബിളിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, ഇഫ് യു ക്യാരി ദിസ് ബുക്ക് വെൻ യു ആർ യങ്, ദിസ് ബുക്ക് വിൽ ക്യാരി യു വെൻ യു ആർ ഓൾഡ് എന്ന്. നമ്മൾ ചെറുപ്പകാലത്ത് ഈ ബൈബിൾ നമ്മൾ ക്യാരി ചെയ്യുവാണെങ്കിൽ വയസ്സാകുമ്പോൾ നമ്മളെ ആ ബുക്ക് ക്യാരി ചെയ്യുമെന്നാണ് പറയാം. ആ ബുക്ക് ക്യാരി ചെയ്യും, നമ്മളെ വഹിക്കും. അപ്പൊ ആ ബുക്കിന് അത്രമാത്രം പവർ ഉള്ള ഒരു ബുക്കാണത്. ഇഫ് യു ക്യാരി ദിസ് ബുക്ക് വെൻ യു ആർ യങ്, ദിസ് ബുക്ക് വിൽ ക്യാരി യു വെൻ യു ആർ ഓൾഡ്. അപ്പൊ നമ്മളെ വയസ്സാകുമ്പോൾ താങ്ങാൻ കഴിവുള്ളതാണ് ആ ബുക്ക് എന്നുള്ളതാണ് പറഞ്ഞത്. അത്രമാത്രം പ്രഷ്യസ് ആണ്. ആ ബുക്ക് ദിവസവും വായിക്കണം. ദിവസവും വൈകിട്ട് അത് വായിക്കണം. വീട്ടിലുള്ളവരെ എല്ലാം അത് വായിച്ച് കേൾപ്പിക്കണം. അച്ഛനെയും കുഞ്ഞുങ്ങളെയും എല്ലാം വിളിച്ചിരുത്തി വായിക്കണം. അത് സ്ത്രീ ചെയ്യേണ്ട കാര്യമാണ്. വായിച്ചു കേൾപ്പിക്കുക. വചനം, ദൈവവചനം കേൾക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പകുതി മുക്കാലും തീരാനുള്ള മാർഗം. അത് ഗ്രാജുവലി ആയിരിക്കാം, പെട്ടെന്നൊന്നും ആയിരിക്കത്തില്ല. ഇന്ന് വെച്ചാൽ നാളത്തെ അങ്ങനല്ല. അത് ഗ്രാജുവലി ആ പ്രശ്നം തീർന്നിരിക്കും. അത്രമാത്രം കഴിവുള്ള ബുക്ക് നമുക്ക് ആശ്രയിക്കാം എന്നുള്ളതാണ്. നമ്മുടെ ദൈവമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അവനെന്നുള്ള വിശ്വാസത്തിൽ സ്ത്രീകൾ മുന്നേറണം. പുരുഷന്മാരും അതിനോട് സഹായിക്കണം, സഹകരിക്കണം. അപ്പോൾ നിങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിൻ്റെ 2 വരി ഞാൻ പാടാം. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്താവൻ വാനലോകമതിൽ ചെന്ന് സാധു എന്നെ ഓർത്തു നിത്യം നാഥനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു.
ഈ വരികൾ ദൈവം നിങ്ങളെ ക്ലാസ് എടുത്ത ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പ്രജക്ട് ശ്യാമൽ ടീച്ചറിനോട് നന്ദി. ഈ സമയത്ത് രേഖപ്പെട്ടത് വളരെ ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിട്ടുള്ള ആത്മീയ ഭൗതിക ചിന്തകളെ സമന്വയിപ്പിച്ചിട്ടുള്ള വലിയ ക്ലാസ്സായിട്ട് ഞാൻ കരുതുകയാണ്. താങ്ക് യു ടീച്ചർ. വളരെയധികം നന്ദി. എന്നെ ശ്രദ്ധിച്ചതിന് എനിക്ക് ഒരു അവസരം തന്നതിന് അച്ഛനും എല്ലാവരും. നമ്മുടെ ബുക്ക് വിതരണം ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് കല്ലുപ്പാറ സഭയാണ് വിളിക്കുന്നത്. അബിൻ 9ാം ക്ലാസ്. അടുത്തതായിട്ട് അനന്തു +2. ലിന്നു 7ാം ക്ലാസ്. കെവിൻ 9ാം ക്ലാസ്. അജയ് +1. സഭ ഏതാണെന്ന് പറയാം. സഭ അടുത്തത് സോനു സജി +2. കല്ലുപ്പാറ സഭയിൽ നിന്ന് വന്ന കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടിയല്ലോ. അടുത്തത് വട്ടമല സഭ അക്സ 5ാം സ്റ്റാൻഡേർഡ്. ആൽഫിൻ 7ാം ക്ലാസ്. അബി സുനിൽ 1ാം ക്ലാസ്. 1ാം ക്ലാസ്. ഫേബ ജോൺസൺ 9ാം ക്ലാസ്. പൊന്നപ്പുറ. റോഷൻ +2. പൊന്നപ്പുറ. +2. ആദി 2ാം ക്ലാസ്. വട്ടമല സഭയാണ്.
അലോൺ 3ാം ക്ലാസ് കല്ലുപ്പാറ സഭയാണ്. അടുത്തത് മാടപ്പള്ളി സഭ വിപിൻ 6ാം ക്ലാസ്. അഭിനവ് 5ാം ക്ലാസ്. ആഷിഖ് 2ാം ക്ലാസ്. അലീന 7ാം ക്ലാസ്. അലീന 9ാം ക്ലാസ്. പാണപ്പള്ളി വിളിച്ചോണ്ടിരിക്കുന്നത്. അലീന പാണപ്പള്ളി. റിയ 4ാം ക്ലാസ് മാടപ്പള്ളി സഭ. നാലാം ക്ലാസ്. അടുത്തത് ആദിഷ് LKG. അടുത്തത് 11ാം സെമാണ് അലീന 9ാം ക്ലാസ്. അടുത്തത് കീഴൂർ സഭ ബീനോ 8ാം ക്ലാസ്. ശിവ 8ാം ക്ലാസ്. സാമിത്ത് 6ാം ക്ലാസ്. ആത്മീയ ഷാജി 6ാം ക്ലാസ്. അസ്ലം ഷാജി 1ാം ക്ലാസ്. അടുത്തത് വനവാദക്കര സഭയാണ് എബിൻ 10ാം ക്ലാസ്. അഖിൽ 8ാം ക്ലാസ്.
വിപിന +2. ഇപ്പോൾ പ്രാർത്ഥിക്കുക. ജോൺസൺ ബൈബിൾ വെച്ച് പ്രാർത്ഥിക്കും. എന്നോടുള്ള നിൻ സർവ്വ അനുഗ്രഹവും മനോഹരവുമേറിയതായ ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രത്യേകാലി വേർതിരിക്കപ്പെട്ടതായ സമയത്ത് ഞങ്ങളുടെ മാറുപടത്തോടെ ഞങ്ങൾക്ക് നൽകിയതായ എല്ലാ നന്മകളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പിതാവായ ദൈവമേ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനോടനുബന്ധിച്ച് കർത്താവയുടെ പഠനത്തിന് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് കർത്താവ് പ്രത്യേക മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ അഭിവന്ധ്യ തിരുമേനിയുടെ കർത്താവെ സർട്ടിഫിക്കറ്റില് പഠനവും വാർത്തകളും വിതരണം ചെയ്യുവാൻ കുറഞ്ഞ രീതിയിലാണെങ്കിലും ദൈവമേ ഞങ്ങൾ സഹായിക്കുകയും ചെയ്യുന്നു. പിതാവായ ദൈവമേ, നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടതായിട്ടുള്ളതായ എല്ലാവിധമായ ആവശ്യങ്ങളെയും അവിടുന്ന് അറിഞ്ഞ് നിറവേറ്റുവാൻ ദൃഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സാധുക്കളായ മാതാപിതാക്കളായ ഞങ്ങളുടെ കാര്യങ്ങളിൽ കർത്താവെ സാമ്പത്തികമായ പ്രതിബന്ധങ്ങളുണ്ട് എങ്കിലും അവരെയൊക്കെ കവിക്കുവാൻ ഇടയാകത്തക്ക രീതിയിൽ ദൈവം ഒരുക്കുന്ന വഴികളെയും വിധങ്ങളെയും ഓർത്ത് ഞങ്ങൾ ഒന്നുകൂടെ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അതെ ഇതിനു വേണ്ടി കർത്താവെ സാമ്പത്തികമായ ചിലവുകളെ വലിച്ചതായ ഞങ്ങളുടെ കർത്താവെ ഭദ്രാസനം വിട്ടുപിലെ ദൈവങ്ങളിലേക്ക് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദാസൻ കർത്താവെ ഭദ്രാസനത്തിന് വേണ്ടി ചെയ്തതായ നല്ല പ്രവൃത്തികളെയൊക്കെ കർത്താവെ അവിടുന്ന് മാനിക്കണമെന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമാതാവേ, ഇതിനെയൊക്കെയും അത് രീതിയിലുവാൻ കർത്താവെ ഭദ്രാസന സെക്രട്ടറി ജോയിസിനെ കർത്താവെ ഇവരെയും അവിടുന്ന് ബലപ്പെടുത്തി അനുഗ്രഹിച്ചവരുടെ കൃപയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മാതൃസംഘത്തിന്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ട്രസ്റ്റിയെയും കമ്മിറ്റി അംഗങ്ങളെയും എല്ലാ മെമ്പർമാരെയും ഞങ്ങൾ ഈ സമയം ഓർക്കുകയാണ്. കർത്താവെ, അവര് പ്രാഥമികമായിട്ട് ചെയ്യുന്നതായ ഈ സംരംഭം എത്രത്തോളം ഭംഗിയായി ചെയ്യുവാൻ അവരെ കർത്താവ് വിനിയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരുന്ന പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാൻ ഇടയായെങ്കിലും ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളിപ്പോൾ വിദ്യാർത്ഥ മാറാത്ത വലിയ ദൈവത്തിന്റെ സ്നേഹവും കരുതലും സാധിക്കുന്നു. ഞങ്ങൾ ഇത്തരം ഞങ്ങളെ വഴി നടത്തുന്നത് യേശു വിശ്വാസത്തിൽ വിചാരിക്കുന്നു. ശുദ്ധാത്മാന്റെ കൂട്ടായ്മയും നാമല്ലോട് നമ്മൾ ആവശ്യപ്പെടുന്നു. ഭദ്രാസനത്തോടും പ്രാദേശികമായി നാമല്ലോ